നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഞ്ജന പൊതുവാൾ. 2026 മെയ് 11 മുതൽ മെയ് 17 വരെയുള്ള കാലഘട്ടം ഓരോ കൂറുകാർക്കും എങ്ങനെയെന്ന് നോക്കാം. ഓരോ വ്യക്തിയുടെ ജനനസമയത്തിനും ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ഈ പറയുന്ന ഫലത്തിൽ വ്യത്യാസം വന്നേക്കാം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ വാരം ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അനുയോജ്യമായ സമയമാണ്. തൊഴിൽ മേഖലയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ഒപ്പുവെക്കാൻ സാധിക്കും. പണമിടപാടുകളിൽ കൂടുതൽ വ്യക്തത കൊണ്ടുവരുന്നത് ഭാവിയിൽ ഗുണകരമാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു. അപ്രതീക്ഷിതമായി പഴയ കുടിശ്ശികകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. എന്നാൽ ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യ ചിലവുകൾ വരാതെ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പങ്കാളിയുമായി നിലനിന്നിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ കഠിനാധ്വാനം ആവശ്യമാണ്. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും സംസാരത്തിൽ മിതത്വം പാലിക്കുക. വ്യാഴാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യതടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്ന വാരമാണിത്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടാം. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കാത്തതിനാൽ മാനസിക വിഷമം തോന്നാം. ബിസിനസ്സുകാർ പങ്കാളിയുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് കൃത്യമായ പഠനം നടത്തുന്നത് ഉചിതമായിരിക്കും. സഹപ്രവർത്തകരുടെ സഹായം കൃത്യസമയത്ത് ലഭിക്കും. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാൻ സാധ്യതയുള്ള വാരമാണിത്. പുതിയ വായ്പകൾ എടുക്കുന്നത് ഈ വാരം ഒഴിവാക്കുന്നത് നല്ലതാണ്. ബന്ധുക്കളുമായി ഒത്തുചേരാൻ അവസരം ലഭിക്കും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ അവസരമുണ്ടാകും. ഗൃഹത്തിൽ മംഗളകർമ്മം നടക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ആവശ്യമായ വാരമാണിത്. അലസത പഠനത്തെ ബാധിക്കാതെ നോക്കുക. ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ളവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവസരം ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. കലാപരമായ കഴിവുകൾക്ക് താൽപ്പര്യം വർദ്ധിക്കും. നേത്രരോഗങ്ങൾക്കും തലവേദനയ്ക്കോ സാധ്യത കാണുന്നു. അസ്ഥി സംബന്ധമായ വേദനകളോ പേശീവലിവോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുക. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച സൂര്യാസ്തമനത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണിത്. മാനസിക സന്തോഷങ്ങളും നേട്ടങ്ങളും കൈവരുന്ന വാരം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കും. ബിസിനസ് രംഗത്ത് വരുമാന വർധനവ് ദൃശ്യമാകും. കരിയറിൽ വഴിത്തിരിവാകുന്ന പുതിയ അവസരങ്ങൾ തേടിയെത്തും. വിദേശയാത്രകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. കലാകാരന്മാർക്കും മാധ്യമപ്രവർത്തകർക്കും പ്രശസ്തി വർദ്ധിക്കും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. മുമ്പ് മുടങ്ങിക്കിടന്ന പണം കൈവശം വന്നു ചേരും. പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ ഈ വാരം സാധിക്കും. വസ്തുവോ ഭൂമിയോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയും. ദാമ്പത്യ ജീവിതം മനോഹരമായിരിക്കും. കുടുംബാംഗങ്ങളുമായി വിനോദയാത്രകൾ പോകാൻ പദ്ധതിയിടും. സഹോദരങ്ങളിൽ നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും. വീട്ടിൽ ഐശ്വര്യം നിറയുന്ന വാരമാണിത്.
ഗവേഷണ വിദ്യാർത്ഥികൾക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കാൻ സാധ്യത കാണുന്നു. കഠിനാധ്വാനം ഫലം കാണുന്ന സമയമാണിത്. വായനയിലും കലാരംഗത്തും കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിക്കും. ചെറിയ രീതിയിലുള്ള സന്ധിവേദനകളോ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളോ അലട്ടിയേക്കാം. എല്ലാ കാര്യങ്ങളിലും ഉന്മേഷം നിലനിൽക്കും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുമെങ്കിലും അമിതാത്മവിശ്വാസം ഒഴിവാക്കുക. അപരിചിതരെ അമിതമായി വിശ്വസിക്കരുത്. വ്യാഴാഴ്ച സൂര്യാസ്തമനത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം നീങ്ങാൻ ഉത്തമമാണ്. പുണർദം അവസാന കാൽ, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്ക് സമ്മിശ്രഫലം പ്രതീക്ഷിക്കാവുന്ന വാരമാണിത്. തൊഴിൽപരമായ നേട്ടങ്ങളും കുടുംബത്തിൽ സന്തോഷവും ഉണ്ടാകും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രായോഗിക ബുദ്ധി കാണിക്കേണ്ട സമയമാണ് ഈ വാരം. ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. ജോലിസ്ഥലത്ത് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. ബിസിനസ്സിൽ ലാഭം മിതമായിരിക്കും. പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. കഠിനാധ്വാനം ചെയ്താലും ഫലം ലഭിക്കാൻ അല്പം വൈകിയേക്കാം. എങ്കിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നത് ഗുണം ചെയ്യും. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ബിസിനസ്സിൽ സ്ഥിരത കൈവരിക്കാൻ സാധിക്കൂ. വരവും ചിലവും തുല്യമായിരിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം. കുടുംബ ആവശ്യങ്ങൾക്കായി പണം മാറ്റിവെക്കേണ്ടി വന്നേക്കാം. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും നന്നായി ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. വീട്ടിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം തുണയ്ക്കും. വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കും. പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യത കാണുന്നു. കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കൂ. അലർജി സംബന്ധമായ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടിച്ചേക്കാം. മാനസിക സമ്മർദ്ദമോ ഉറക്കക്കുറവോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. കുടുംബ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും പണമിടപാടുകളിൽ ജാഗ്രത പാലിക്കുക. ബുധനാഴ്ച സൂര്യാസ്തമനത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ധാര വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ വിജയം കാണുന്ന വാരം. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ നേതൃത്വപാഠവും അംഗീകരിക്കപ്പെടും. ഔദ്യോഗികമായ യാത്രകൾ ഗുണകരമായി ഭവിക്കും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ വിപണികൾ കണ്ടെത്താനും വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും. കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങളും പ്രശസ്തിയും ലഭിക്കും. ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ച മാറ്റം ഈ വാരം സംഭവിക്കാൻ സാധ്യത കാണുന്നു. മേലധികാരികളിൽ നിന്നും അനുകൂലമായ നിലപാടുകൾ പ്രതീക്ഷിക്കാം. ഭരണപരമായ കാര്യങ്ങളിൽ വൈദഗ്ധ്യം തെളിയും. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ജോലിസ്ഥലത്ത് മതിപ്പ് ലഭിക്കും. സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരിക്കും. മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ ലാഭം ലഭിക്കാനിടയുണ്ട്. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ സാധിക്കും. എങ്കിലും ആഡംബര വസ്തുക്കൾക്കായി അമിതമായി പണം ചിലവഴിക്കുന്നത് നിയന്ത്രിക്കുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനായി ദൂരയാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. പ്രണയിതാക്കൾക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ അനുകൂലമായ സമയമാണ്. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനം തോന്നും. വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനകാലമാണ്. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ സാധിക്കും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങളും അംഗീകാരങ്ങൾക്കും സാധ്യത കാണുന്നു. ഉന്മേഷം നിലനിൽക്കുമെങ്കിലും നട്ടെല്ലിനോ പേശികൾക്കോ ചെറിയ വേദന അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകും. മുൻകോപം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ബുധനാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ഞായറാഴ്ചകളിൽ സൂര്യഗായത്രി മന്ത്രമോ ആദിത്യ ഹൃദയ മന്ത്രമോ ജപിക്കുന്നത് കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്.
ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് ലക്ഷ്യങ്ങൾ നേടുന്നതിനായി കഠിനാധ്വാനം ആവശ്യമായി വരുന്ന സമ്മിശ്രമായ ഒരു വാരമായിരിക്കും ഇത്. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കണമെന്നില്ല. അതിനാൽ സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ടു പോവുക. ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നത് ഈ വാരം ഒഴിവാക്കുന്നത് ഉത്തമമാണ്. നിലവിലുള്ള രീതികൾ തുടരുന്നതാണ് ഉചിതം. അനാവശ്യ തർക്കങ്ങൾ ജോലിയിൽ വിഘ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കാണുന്നു. അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ പണമിടപാടുകളിൽ ജാഗ്രത പാലിക്കുക. വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് കുടുംബാംഗങ്ങളുമായി ആലോചിക്കുന്നത് നന്നായിരിക്കും. വായ്പകൾ നൽകുന്നതും വാങ്ങുന്നതും ഈ വാരം കുറയ്ക്കുക. അനാവശ്യ യാത്രകൾ വഴി പണം ചിലവാകാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് സമാധാനം നിലനിർത്താൻ സഹായിക്കും. പഴയ സുഹൃത്തുക്കളെ കാണാനോ അവരുമായി സംസാരിക്കാനോ അവസരം ലഭിക്കും. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ വിശ്വസ്തത പുലർത്തുക. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ള വാരമാണിത്. പഠന കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നേക്കാം. മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക് കഠിനമായ പ്രയത്നം വേണ്ടിവരും. അലസത മാറ്റിവെച്ചാൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. ബുധനാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് എല്ലാ കാര്യങ്ങളിലും പൊതുവെ ഗുണകരമായ മാറ്റങ്ങൾ പ്രകടമാകുന്ന അനുകൂലമായ വാരമാണിത്. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കാനും ലാഭം വർദ്ധിപ്പിക്കാനും സാധിക്കും. തൊഴിൽ അന്വേഷകർക്ക് പുതിയ അവസരങ്ങൾ തേടിയെത്തിയേക്കാം. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾ ഗുണകരമായി ഭവിക്കും. സാമ്പത്തിക നില ഭദ്രമായിരിക്കും. പഴയ കുടിശ്ശികൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിച്ചേക്കാം. എങ്കിലും ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വിജയിക്കും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനിടയുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി സമയം കണ്ടെത്തും. പഠനത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകും. കായിക രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. യാത്രാവേളകളിൽ ഭക്ഷണം ശ്രദ്ധിക്കുക. ചർമ്മരോഗങ്ങളും അലർജിയോ അലട്ടിയേക്കാം. എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം കൂടെയുണ്ടാകുമെങ്കിലും അലസത ഒഴിവാക്കുക. വ്യാഴാഴ്ച സൂര്യാസ്തമനത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. വിശാഖം അവസാനക്കാൽ, അനിഴം, തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിച്ചാൽ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കുന്ന വാരമാണിത്. തടസ്സങ്ങൾ നീങ്ങി കാര്യങ്ങൾ അനുകൂലമാകുന്ന വാരം. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. കഠിനാധ്വാനം അംഗീകരിക്കപ്പെടും. ബിസിനസ്സിൽ മിതമായ ലാഭം പ്രതീക്ഷിക്കാം. പങ്കാളിത്ത ബിസിനസ്സിൽ ഉള്ളവർ സുതാര്യത നിലനിർത്താൻ ശ്രദ്ധിക്കുക. സ്ഥലം മാറ്റത്തിനോ സ്ഥാനക്കയറ്റത്തിനോ ഉള്ള സാധ്യതകൾ കാണുന്നു. പ്രൊഫഷണൽ രംഗത്ത് പുതിയ സൗഹൃദങ്ങൾ ഗുണം ചെയ്യും. വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്കായി പണം ചെലവായേക്കാം. പണം കടം കൊടുക്കുന്നതും ഈ വാരം ഒഴിവാക്കുക.
കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും. പങ്കാളിയുമായി സമയം ചെലവഴിക്കാൻ സാധിക്കും. സഹോദരങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കും. വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. വീട്ടിലെ പഴയ തർക്കങ്ങൾ ഒത്തുതീർപ്പാകും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മികച്ച ഫലം ലഭിക്കും. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. പ്രായോഗിക പരിശീലനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അലസത പഠനത്തെ ബാധിക്കാതെ നോക്കുക. മത്സരങ്ങളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. പഴയ രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. പേശിവേദനയോ നടുവേദനയോ കാലുവേദനയോ അലട്ടിയേക്കാം. ഉദ്ദിഷ്ട കാര്യലബ്ധി. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിക്കുക. വ്യാഴാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് ദീർഘകാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകാൻ സാധ്യതയുള്ള ഗുണകരമായ വാരമാണിത്. തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകും. പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണ്. ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് സഹായങ്ങൾ ലഭിക്കും. സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ശുഭവാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട്. നേതൃത്വ പാഠവും അംഗീകരിക്കപ്പെടും. സാമ്പത്തികമായി മികച്ച വാരമാണ്. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. പുതിയ വാഹനം വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. കടബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ മിതമായ ലാഭം ഉണ്ടാക്കാം. ദാമ്പത്യ ജീവിതം ഊഷ്മളമായിരിക്കും. പ്രണയബന്ധങ്ങളിൽ പുരോഗതിയുണ്ടാകും. കുടുംബത്തോടൊപ്പം യാത്രകൾ പോകാൻ സാധിക്കും. വീടിൻ്റെ ഐശ്വര്യം വർദ്ധിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടും. അയൽക്കാരുമായി തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സൽക്കാരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. പഠനത്തിൽ അതീവ ശ്രദ്ധ പുലർത്തും. അധ്യാപകരുടെ പ്രശംസ പിടിച്ചുപറ്റും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. വായനയിലും മറ്റ് സർഗാത്മക കാര്യങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കും. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. കണ്ണിൻ്റെ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടിച്ചേക്കാം. രക്തസമ്മർദ്ദം ഉള്ളവർ ജാഗ്രത പാലിക്കുക. ധനലാഭം ഉണ്ടാകുമെങ്കിലും അനാവശ്യ ഉത്കണ്ഠകൾ ഒഴിവാക്കുക. വ്യാഴാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം നീങ്ങാൻ ഉത്തമമാണ്. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുന്നതിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന വാരമാണിത്. ജോലിഭാരം അല്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. ബിസിനസ്സിൽ കടുത്ത മത്സരം നേരിടേണ്ടി വരുമെങ്കിലും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ വിജയിക്കാം. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. പുതിയ തൊഴിൽ കരാറുകളിൽ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കുക. ക്ഷമയോടുള്ള സമീപനം ഗുണം ചെയ്യും. വരവും ചെലവും സന്തുലിതമായി കൊണ്ടുപോകാൻ സാധിക്കും. അനാവശ്യ ചിലവുകൾ കുറയ്ക്കാനുള്ള ശ്രമം വിജയിക്കും. ഭൂമി ഇടപാടുകൾ മാറ്റിവെക്കുന്നതാണ് ഉചിതം. പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം സഹായകമാകും. പണം കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യത പാലിക്കുക. സുഹൃത്തുക്കൾ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടേക്കാം. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. ജീവിത പങ്കാളിയുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. മക്കളുടെ കാര്യത്തിൽ ചില ആശങ്കകൾ ഉണ്ടായേക്കാമെങ്കിലും ചർച്ചകളിലൂടെ അവ പരിഹരിക്കപ്പെടും. ബന്ധുക്കളുടെ സന്ദർശനം മനസ്സിന് സന്തോഷം നൽകും. വീടിൻ്റെ ഐശ്വര്യത്തിനായി ചില മാറ്റങ്ങൾ വരുത്തും. പഠനകാര്യങ്ങളിൽ കൂടുതൽ കഠിനാധ്വാനം ആവശ്യമാണ്. പുതിയ വിഷയങ്ങൾ പഠിക്കാൻ താൽപ്പര്യം കാണിക്കും. ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്നത് അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അനാവശ്യ കൂട്ടുകെട്ടുകൾ പഠനത്തെ ബാധിക്കാതെ നോക്കുക. കാൽമുട്ട് വേദനയോ സന്ധിവേദനയോ അനുഭവപ്പെട്ടേക്കാം. പല്ലിനോ എല്ലിനോ ചെറിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. സാമൂഹിക അംഗീകാരം വർദ്ധിക്കുമെങ്കിലും അലസത വെടിയുക. ബുധനാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്.
അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് ക്രിയാത്മകമായ ചിന്തകൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന സജീവമായ ഒരു വാരമാണിത്. പുതിയ ആശയങ്ങൾ ജോലിയിൽ നടപ്പിലാക്കാൻ സാധിക്കും. കരിയറിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാരമാണ്. ബിസിനസ്സിൽ ലാഭവിഹിതം വർദ്ധിക്കും. IT മേഖലയിലുള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചേക്കാം. ഔദ്യോഗിക യാത്രകൾ ഗുണകരമാകും. ടീം വർക്കുകളിൽ നേതൃത്വസ്ഥാനം വഹിക്കാൻ അവസരം ലഭിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാം. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ജാഗ്രത പാലിക്കുക. വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. ഭാവി ആവശ്യങ്ങൾക്കായി ഒരു തുക മാറ്റിവെക്കാൻ സാധിക്കും. ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളിൽ നിന്ന് ചെറിയ നേട്ടങ്ങൾ ഉണ്ടായേക്കാം. കുടുംബാംഗങ്ങളുമായുള്ള ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കും. ഗൃഹത്തിൽ സമാധാന അന്തരീക്ഷമുണ്ടാകും. അകന്നുകഴിഞ്ഞിരുന്ന ബന്ധുക്കൾ അടുത്തു വരാൻ സാധ്യത കാണുന്നു. പുതിയ അതിഥികൾ വീട്ടിലെത്താനിടയുണ്ട്. വീട് അലങ്കരിക്കുന്നതിനായി പണം ചെലവഴിച്ചേക്കാം. കലാപരമായ കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കും. പരീക്ഷകളിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച വിജയം കൈവരിക്കും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും. IT, കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് മികച്ച വാരമാണിത്. പുതിയ അറിവുകൾ സമ്പാദിക്കാൻ ഉത്സാഹം കാണിക്കും. ഉറക്കക്കുറവ് അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. തൊഴിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും അപരിചിതരെ അമിതമായി വിശ്വസിക്കരുത്. വ്യാഴാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ച അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. പൂരുരുട്ടാതി അവസാന കാൽ, ഉത്രട്ടാതി, രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനും ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനും സാധിക്കുന്ന വാരമാണിത്. ജോലിസ്ഥലത്തെ തടസ്സങ്ങൾ നീങ്ങും. പുതിയ ജോലികൾ ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും. ബിസിനസ്സിൽ പുരോഗതിയും സാമ്പത്തിക ലാഭവും ഉണ്ടാകും. സർഗാത്മകമായ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വാരമാണിത്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും. കരിയറിലെ ചില പ്രധാന തീരുമാനങ്ങൾ ഈ വാരം എടുക്കേണ്ടി വന്നേക്കാം. പണമിടപാടുകളിൽ ലാഭം ഉണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനം ലഭിക്കും. ദീർഘകാല പദ്ധതികളിൽ ചേരാൻ അനുകൂലമായ സമയമാണ്. കുടുംബാംഗങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചേക്കാം. കടങ്ങൾ തിരിച്ചുവീട്ടാൻ സാധിക്കും. എങ്കിലും ഊഹക്കച്ചവടത്തിൽ അമിതമായ താൽപ്പര്യം കാണിക്കാതിരിക്കുക. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവപ്പെടും. മംഗളകർമ്മങ്ങളിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരുടെ ആരോഗ്യത്തിൽ പുരോഗതിയുണ്ടാകും. തീർത്ഥയാത്രകൾക്ക് അവസരം ലഭിക്കും. പങ്കാളിയുമായുള്ള സ്നേഹബന്ധം ദൃഢമാകും. കുട്ടികളുടെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളും. പഠനത്തിൽ നല്ല മികവ് പുലർത്തും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം പ്രതീക്ഷിക്കാം. അധ്യാപകരുടെ മാർഗനിർദ്ദേശങ്ങൾ വളരെയധികം സഹായിക്കും. വിദേശ സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യത കാണുന്നു. വായനാശീലം വർദ്ധിപ്പിക്കുന്നത് അറിവ് മെച്ചപ്പെടുത്താൻ സഹായിക്കും. പൊതുവെ ആരോഗ്യം നല്ല നിലയിലായിരിക്കുമെങ്കിലും തലവേദനയോ നീർക്കെട്ടോ ബുദ്ധിമുട്ടിച്ചേക്കാം. ഐശ്വര്യം നിലനിൽക്കുമെങ്കിലും സ്വന്തം കഴിവിൽ അമിതമായി അഹങ്കരിക്കരുത്. വ്യാഴാഴ്ച സൂര്യാസ്തമനത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. വ്യാഴാഴ്ച വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും പാൽപ്പായസം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. എല്ലാവർക്കും ആരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.